ഹലോ, മീൻ പൊള്ളിച്ചത് ഇഷ്ടമല്ലാത്ത ആരുള്ളത്? അപ്പോൾ നമുക്കിന്ന് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അയിലയാണ്. ആദ്യം നമുക്ക് മീൻ ക്ലീൻ ചെയ്തിട്ട് മീൻ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഇടാം. ഞാൻ ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ആകെ ജസ്റ്റ് മുളകും പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ, വേറെ മസാലകളൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കുഴച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി സമയമില്ലാത്തവരാണെങ്കിൽ അപ്പം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്കാദ്യം ഒരു ഭാഗത്ത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നടക്കാം. ഞാൻ പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് നേരമൊന്നും ഇതിന് വേണ്ടി എടുക്കുന്നില്ല. എല്ലാം അപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള മീൻ അവിടെ ആവുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള സവാള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കാം. പിന്നെ നമുക്ക് 1 ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിനായിട്ട് എടുക്കാം. എനിക്ക് കുറച്ച് മുളക് മതി. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലും പിഴിഞ്ഞവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങൾ മതി മസാലയായിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് തക്കാളി വേണം. ഞാൻ പുളിക്ക് തക്കാളി മാത്രമേ ഉപയോഗിക്കണുള്ളൂ, അതുകൊണ്ട് കുറച്ച് തോനെ തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകല്ല ഉലുവ പൊട്ടിക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇല്ലേ, അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇടയായിട്ട് ഉള്ളി വഴറ്റാറില്ല. അതിന് പകരം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലടുപ്പിക്കാറാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴമ്പായിട്ട് കിട്ടും. മറ്റേത് ഒരുപാട് ടൈം വേണം. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു ഭാഗത്ത് മീൻ പൊരിക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പം ഇതായപ്പോഴേക്കും കുക്കറിലായതുകൊണ്ടും പെട്ടെന്നായും ചെയ്ത് ഒരുപാട് വെളിച്ചെണ്ണയുടെയും ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇതാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈമില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ഉള്ളിയൊക്കെ വഴറ്റണത്. അപ്പോൾ നമുക്കുണ്ടോ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴഞ്ഞ് ഒരു പരിവായിട്ടുണ്ട് ഏകദേശം. നമുക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്തോളണം. പിന്നെ തക്കാളി കുറച്ച് തോനെ ഇട്ടിട്ടുണ്ട്. വേറെ പുളികളോ കാര്യങ്ങളൊന്നും ചേർക്കാത്ത കാരണമാണ് നമ്മൾ തക്കാളി കുറച്ച് തോനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തക്കാളി വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം. അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഉപ്പ് ഇതിട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു 2 സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിക്കണുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മസാല ഇതെല്ലാം മിക്സായി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വഴണ്ട് നല്ല എല്ലാ മസാലയുടെയും അതിലേക്ക് പിടിക്കണ വരെ. വേപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. എൻ്റെ കയ്യിലുണ്ടായില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. പിന്നെ നമ്മൾ ഇല വാട്ടിയെടുത്തിട്ട് വാഴൻ്റെ ഇല വാട്ടിയെടുത്തിട്ട് ആവശ്യമുള്ള മീനുകളൊക്കെ അതുപോലെ വെച്ചിട്ട് അതിന് ശേഷം ഓരോ മീനിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, മസാല പുരട്ടി ഇത് മസാല അതിന് തേച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എല്ലാത്തിലും ആദ്യം നമ്മൾ മീനിൽ മസാല പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് അത് അടച്ച് വെച്ച് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുക. ഇതുപോലെ ഓരോ സ്പൂണ് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതന്നെ മീൻ പൊള്ളിച്ചത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.